ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ 2-3 വീഡിയോ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ചില വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവരാജ്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ രാജ്യം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം എന്നുള്ള പ്രാർത്ഥിക്കുന്നത്, രാജ്യം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ചില റിക്വയർമെന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു രാജ്യം എന്നുള്ള വാക്കിനാൽ അതിനെ നമുക്ക് അർത്ഥവത്താക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു രാജ്യമാണ്. ചൈന, അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഇങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ രാജ്യത്തിന്റെ ബേസിക് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന്, അതിനൊരു രാജാവ് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഉണ്ടായിരിക്കണം, അല്ലേ? ഇപ്പോൾ ഇത് ജനാധിപത്യ രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പിന്നെ എൻ്റെ ഭരണതലത്തിൽ ഒട്ടനവധി ആളുകളെല്ലാം കൂടെ ചേർന്നാണ് അതിൻ്റെ ഒരു ഭരണ സംവിധാനമുള്ളത്. അപ്പോൾ അതുണ്ടായിരിക്കണം. അത് വേണ്ടേ? ഏത് രാജ്യത്തിനും അത് ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രജകളാണ്. പ്രജകളില്ലാതെ എവിടെയെങ്കിലും ഒരു രാജ്യമുണ്ടോ? ഇന്ത്യയിൽ ഏതാണ്ട് 100 കോടിയിലധികം ജനങ്ങളുണ്ട്, ചൈനയിലുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രജകളുണ്ട്. അപ്പോൾ പ്രജകൾ വേണം. പ്രജകളിലേക്ക് പിന്നെ ഈ ഭരണകർത്താക്കൾ ആരുടെ മേലെ ഭരണം നടത്തുന്നത്? അപ്പോൾ പ്രജകൾ ഉണ്ടായിരിക്കണം. പിന്നെ അതിനൊരു ഭരണ പ്രദേശം ഉണ്ടായിരിക്കണം, വേണ്ടേ? ബൗണ്ടറി. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കൊരു ബൗണ്ടറി ഉണ്ട്, പാകിസ്ഥാനുണ്ട്, നേപ്പാളിനുണ്ട്, ചൈനയ്ക്കുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ചില ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഭരണ പ്രദേശം. അപ്പോൾ ആ നിശ്ചിത പ്രദേശത്തിനുള്ളിലാണ് ഈ ഭരണകർത്താക്കൾ ഭരണം നടത്തുന്നത്, ആ പ്രജകളുടെ മേൽ. ഓക്കെ. പിന്നെ വേണ്ടത് ലോ, നിയമം. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള നിയമാവലിയാണ് ഉള്ളത്. അപ്പോൾ നിയമം വേണ്ടേ? നിയമം ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ നിയമങ്ങൾ, ഭരണകർത്താക്കൾ, പ്രജകൾ, ഭരണപ്രദേശം, ഇത്രയുണ്ടെങ്കിലേ നമുക്ക് അത് ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഒരു രാജ്യം എന്നുള്ള വാക്കിനാൽ നമ്മൾ അർത്ഥമാക്കുന്ന എങ്ങനെയാണ്? ഒരു രാജ്യത്തിന് ഈ സംഗതികളെല്ലാം ഉണ്ടെങ്കിൽ ഒരു രാജ്യം എന്നുള്ള വാക്ക് അർത്ഥവത്താവും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യത്തിനും എന്തുണ്ടായിരിക്കണം? ഇതെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് രാജ്യം എന്നുള്ള വാക്കുകളാണുള്ള സംഭവം. ഞങ്ങളുടെ രാജ്യം ഭരണമെന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അതിനൊരു ഭരണകർത്താവ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഭരിക്കാനുള്ള ആളുണ്ടായിരിക്കണം. അപ്പോൾ അതാരാണ്? ചിന്തിക്കണ്ടേ? അപ്പോൾ ആരാണ്? അങ്ങനെ നിന്റെ രാജ്യം ഭരണമെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ഭരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണകർത്താവ് ആരാണ്? ഓക്കെ. ഇനി ഒരാളെ ഉള്ളോ, ഒന്നിലധികം ആളുകൾ ഭരണകർത്താക്കളായിട്ടുണ്ടോ എന്നുള്ള വസ്തുത ചിന്തിക്കണം. ഇപ്പം അത് ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യമാകുമ്പോൾ രാജ്യത്തെ പല വിധത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതായത് റോഡ്, ഗതാഗത വകുപ്പ്, ഫോറസ്റ്റ്, അല്ലേ, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി, വിദ്യാഭ്യാസം, അല്ലേ, ഇങ്ങനെ ഒട്ടനവധി ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ആകുമ്പോൾ ഇതെല്ലാം വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ദൈവരാജ്യം എന്നുള്ള രാജ്യത്തിൽ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ തക്കണം ഒരാൾ ആരാണുള്ളത്. അപ്പോൾ അതൊരു ചോദ്യമല്ലേ? അതുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ അതിനൊരു ലോ ഉണ്ടായിരിക്കണം, ഒരു നിയമാവലി. അതേതാണ്? അങ്ങനെ നിയമം വേണ്ടേ? പിന്നെ അതിൻ്റെ പ്രജകൾ വേണം. ആരാണ് പ്രജകൾ? ഏത് പ്രജകൾ? പിന്നെ അതിൻ്റെ ഭരണപ്രദേശം. ഓഫ് കോഴ്സ് അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ രാജ്യം കൂടി വരണം പ്രാർത്ഥിക്കുന്നു ഭൂമിയിലേക്ക്. അപ്പോൾ ഭൂമി ഭരണപ്രദേശമായിട്ട് കൂടിക്കും. അപ്പോൾ അത്, എന്നാൽ പ്രജകൾ ആരാണ്? ഭരണകർത്താക്കൾ ആരൊക്കെയാണ്? അതിൻ്റെ ലോ എന്താണ്? അല്ലേ? ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു രാജ്യം എന്നുള്ള വാക്കിനാൽ നമുക്ക് ഒരു കാര്യത്തെ തിരിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുമ്പോൾ രാജ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ അതിനുണ്ടെന്നർത്ഥം. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുത, ആരാണ് ഇതിൻ്റെ ഭരണാധികാരികൾ? എവിടെയാണ് ഇതിൻ്റെ ഭരണപ്രദേശം? എന്താണ് ഇതിൻ്റെ ലോ? ഇതിൻ്റെ പ്രജകൾ ആരാണ്? അല്ലേ? അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് ഒരു അർത്ഥം കൈവരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒരു പ്രാർത്ഥന ചൊല്ലുന്ന പോലെയാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിനാണ് രാജ്യം എന്ന് പറയുന്നത്. അപ്പം അതും ഒരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് വരണമെങ്കിൽ ഈ മെറ്റീരിയലായിട്ടുള്ള ഇത്രയും സംഗതികൾ അതിന് ആവശ്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകാതെ അതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കുന്നതല്ലേ?
അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഞാനിപ്പോൾ വിടുകയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ഇതിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.